പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ID കാർഡും ഇല്ലാത്ത ഒരു 500 ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരൂ. കേരളത്തിൽ ജനിച്ച കേരളത്തിലെ അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരാളെ ഒരു 500 പേരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പറയേണ്ടത് എന്താ? ഇവർക്കൊന്നും ID കാർഡില്ല. ID കാർഡ് ഉണ്ടെങ്കിൽ അത് ആ പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇന്ന പഞ്ചായത്തിൽ 11ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ പഞ്ചായത്തിൽ ഒരു ID കാർഡ് എനിക്കുണ്ട്. ആ പഞ്ചായത്തിൽ ID കാർഡ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സംവിധാനം മുഴുവൻ ചെയ്തു കൊടുക്കുന്നത് ആ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞ് കംപ്ലീറ്റ് പറഞ്ഞിട്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പറുടെ ജോലി എന്താ? അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരെ മുഴുവൻ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ നിന്നും സർക്കാരും കിട്ടുന്ന ആനുകൂല്യം മുഴുവൻ അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. ജിമ്മി സാർ നേരത്തെ ചോദിച്ചല്ലോ, ഈ അതിദരിദ്രർക്കുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയിൽ നിന്ന് ഓരോ പഞ്ചായത്ത് ഓരോ ജനങ്ങൾക്ക് കൊണ്ട് പൈസ കൊടുക്കുന്ന പരിപാടിയല്ല.